ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് ഷോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് പുതിയ ഇംഗ്ലീഷ് ചിത്രമായ നോസ്ഫെറാട്ടുവിലേക്കാണ്. അപ്പോൾ 1922 റിലീസായ നോസ്ഫെറാട്ടു എന്ന പേരുള്ള ഒരു സൈലൻറ്റ് സിനിമയുടെ റീമേക്കാണ് ഈ പുതിയ സിനിമ. ഈ സിനിമ ശരിക്കും ഒരു നോവൽ, നോസ്ഫെറാട്ടു എന്ന പേരുള്ള ഒരു നോവലിനെ ബേസ് ചെയ്തും വിശ്വപ്രസിദ്ധമായ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന് പറഞ്ഞ നോവലിനെ ബേസ് ചെയ്ത്, 2 നോവലിനെ ബേസ് ചെയ്ത് ആണ് ഇതിൻ്റെ പ്ലോട്ട് ലൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഒരു 1 ലൈനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 1838 ജർമ്മനിയാണ് കഥ നടക്കുന്ന കാലവും പ്രദേശവും. ഇതൊരു ഹൊറർ ജോണറിൽ വരുന്ന പടമാണ്. അപ്പോൾ അവിടെ ജോലി തേടുന്ന യുവാവാണ് തോമസ് ഹട്ടർ. അപ്പോൾ തോമസ് ഹട്ടറിന് അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ ഒരു ജോലി കിട്ടിയിരിക്കുകയാണ്, ഒരു ഗ്രൂപ്പിൽ ഒരു ജോലി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ ജോലിയിൽ അദ്ദേഹത്തിന് പ്രൊമോഷനും കൂടുതൽ കമ്മീഷനും കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അടുത്ത് മാരീഡ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മാനേജർ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറയുന്നു, ആൽപ്സ് പർവ്വതനിരകളിൽ താമസിക്കുന്ന കൗണ്ട് ഓർലോക്ക്, ഈ കൗണ്ട് ലോഡ് എന്നൊക്കെയാണെന്ന് ആൾക്കാരെ വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ കൗണ്ട് ഓർലോക്കിനെ നിങ്ങളൊന്ന് കാണാൻ പോകണം, അദ്ദേഹം ഒരു പുതിയ വീട് വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പേപ്പറൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണാൻ പോകണമെന്ന് പറയുന്നു. അപ്പോൾ ചെറിയ ഭയത്തോടെ ആണെങ്കിലും നല്ല കമ്മീഷൻ കിട്ടും, പ്രൊമോഷൻ കിട്ടും എന്നൊക്കെ ഉള്ള ആ ഒരു പ്രേരണ കാരണം നമ്മുടെ നായകൻ ഈ കൗണ്ട് ഓർലോക്കിനെ കാണാനായിട്ട് യാത്ര തിരിക്കുന്നു. ഈ യാത്രയിലുടനീളം അദ്ദേഹത്തിനുണ്ടാകുന്ന എക്സ്പീരിയൻസിൽ ഭയങ്കര ഭയം ജനിപ്പിക്കുന്ന എക്സ്പീരിയൻസാണ് പല സ്ഥലങ്ങളിൽ വെച്ചും. അതിനുശേഷം അദ്ദേഹം കാസലിൽ പോയി കൗണ്ട് ഓർലോക്കിനെ കാണുന്നു. പിന്നീട് അദ്ദേഹത്തിനുണ്ടാകുന്ന അനുഭവങ്ങൾ എന്താണ്, ഈ കൗണ്ട് ഓർലോക്ക് തിരിച്ച് നായകൻ്റെ നാട്ടിലെത്തുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ തോമസ് ഹട്ടലിൻ്റെ വൈഫായിട്ട് വരുന്ന പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ വൈഫായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വളരെ ചെറുപ്പത്തിലേ തന്നെ ഈ രാത്രി ദുസ്വപ്നം കാണുകയും സ്ലീപ്പ് വാക്കിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ പ്ലോട്ട് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇനി ഈ സിനിമയുടെ കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ളൊരു സെപ്പറേഷൻ സാധാരണ ഇംഗ്ലീഷ് സിനിമകൾക്കില്ല. നമ്മുടെ നാട്ടിലാണ് അതിന് 2 ഹാഫായിട്ട് കാണിക്കുന്നത്. ശരിക്കും അവർ ഷൂട്ട് ചെയ്യുമ്പോൾ ഒറ്റ സിനിമയായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു പഞ്ച് ലൈൻ, ഇൻ്റർവൽ ബ്ലോക്ക് അങ്ങനെയൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ്, ഈ സിനിമയുടെ പ്ലസ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ ഇംഗ്ലീഷ് ഹൊറർ സിനിമകൾ കാണുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ടൈം ആ ഹൊറർ സാധനങ്ങൾ എവിടെയാണ് വരുന്നതെന്ന് എനിക്ക് ഒരുമാതിരി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഒരു 95% സമയങ്ങളിലും അത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസാന സിനിമ കോൺജറിങ് ആയിരുന്നു. ശരിക്കും പേടിച്ച് ആണ് ആ സിനിമ കണ്ടത്. പക്ഷേ അതിനുശേഷം വന്ന സിനിമകളെല്ലാം നമുക്കൊരു വിഷ്വൽ അവർ സെറ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാവും ഇവിടെ എന്തോ സംഭവിക്കാൻ പോവുകയാണെന്നുള്ളത്. ഈ നോസ്ഫെറാട്ടുവിലേക്ക് വരുമ്പോഴത്തേക്കും അത്തരത്തിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, സീനുകൾ വളരെ കുറവാണ്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ഹൊറർ എലമെൻറ്റ്സ് ഈ കഥയിലുടനീളം പ്ലേസ് ചെയ്തിരിക്കുന്നത്. 2, ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയാണ്. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമയാണ്. റോബർട്ട് പാറ്റിൻസൺ നായകനായി വന്ന ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമ വലിയ നിരൂപ പ്രശംസ കിട്ടിയൊരു സിനിമയാണത്, മുമ്പ് ഇറങ്ങിയത്. ആ സിനിമയുടെ ഡയറക്ടറായ റോബർട്ട് എഗേഴ്സ് ആണ് ഈ സിനിമയുടെ ഡയറക്ടർ. ഈ 2 സിനിമകളും നമ്മളെ ഫ്രെയിമുകളിൽ ചെറിയ കമ്പാരിസണൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ മലയാളത്തിൽ ഇറങ്ങിയ ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിനും ഇതുമായിട്ട് ഒരുപാട് കമ്പാരിസൺ, ഫ്രെയിമുകളിൽ ഒരുപാട് കമ്പാരിസൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ നൈറ്റ് സീൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത് 1838 കഥ നടക്കുന്നത്. അപ്പം ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ പലപ്പോഴും നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് അല്ലെങ്കിൽ ഈ റാന്തൽ വിളക്കുകൾ, കയ്യിൽ പിടിച്ചിരിക്കുന്ന പന്തം, ഇതിൻ്റെയൊക്കെ വെട്ടം മാത്രമേ ഉള്ളൂ. ഈ സീനുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സീനുകളെല്ലാം തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ ലൈറ്റിങ്ങിലാണ്. എക്സ്ട്രാ ലൈറ്റ് ഉപയോഗിച്ചല്ല അവർ ഈ വിഷ്വൽസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി ആ വിഷ്വൽസിൽ കാണാനുണ്ട്, ആ ഫ്രെയിമുകളിൽ കാണാനുണ്ട്. പക്ഷേ ഒരബദ്ധം പറ്റിയത്, അവർ ഡിജിറ്റലായിട്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നത് തോന്നുന്നത്, ഫിലിമിലല്ല. അതുകൊണ്ട് തന്നെ ഗ്രെയിൻസ് ഉണ്ട്. നമ്മൾ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ പോലും ചെറിയ തോതിലുള്ള ഗ്രെയിൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് വേറൊരു പ്ലസ് പോയിൻ്റ് ഇതിൻ്റെ മ്യൂസിക്കാണ്. പല സ്ഥലങ്ങളിലും വളരെ സട്ടിലായിട്ട് ഉള്ള വയലിൻ്റെ പ്രയോഗങ്ങൾ, അതുപോലെ തന്നെ വളരെ ഗൂസ് ബമ്പിങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വളരെ ഗൂസ് ബമ്പിങ് മ്യൂസിക് എലമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരാനായിട്ട് ഇവർ നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്രൂ നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ സക്സസ്ഫുള്ളും ആയിട്ടുണ്ട്. പിന്നെ 4, ഇതിൻ്റെ ലീഡിങ് കാസ്റ്റിൻ്റെ പെർഫോമൻസാണ്. ലീഡിങ് കാസ്റ്റ് ഗംഭീര പെർഫോമൻസാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. ഒന്ന്, ജോണി ഡെപ്പിൻ്റെ മകളായ ലില്ലി ഡെപ്പ് ആണ് ഇതിൽ നായികയായിട്ട് വരുന്നത്. നിക്കോളാസ് ഹോൾട്ട് ഉണ്ട്,
വില്യം ഡഫെ ഉണ്ട്, സ്പൈഡർമാനിലൊക്കെ വില്ലനായിട്ട് വന്നിട്ടുള്ള വില്യം ഡഫെ ഉണ്ട്. പിന്നെ ഇറ്റ് എന്ന് പറയുന്ന സിനിമയിൽ ജോക്കറായി വന്ന ബിൽ സ്കഗാർഡ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, അദ്ദേഹമാണ് കൗണ്ട് ഹോർലോക്കിൻ്റെ റോൾ പ്ലേ ചെയ്യുന്നത്. അങ്ങനെ ലീഡിങ് കാസ്റ്റുകളിൽ നിന്ന് എല്ലാം തന്നെ ഗംഭീരമായ പെർഫോമൻസാണ് ഈ പടത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല പ്ലസ് പോയിൻറ്റ്സ് ഉള്ള ഒരു ഹൊറർ സിനിമയാണ് നോസ്ഫെറാട്ടു. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക്, എന്താണ് പടത്തിൻ്റെ ഒരു പോരായ്മ എന്നുള്ള നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് ഫസ്റ്റ് ഹാഫ് എന്നുള്ളതില്ല, എന്നാലും ഒരു പടത്തിൻ്റെ ടെയിൽ എൻഡിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ലാഗിങ് ഉണ്ട് പടത്തിൽ. അത് ഈ 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ ബാധിച്ച പ്ലേഗിൻ്റെ ഒരു ബേസ് പറഞ്ഞാണ് കഥ ആ ടൈമിൽ പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ കുറച്ചൊരു ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കര വലിയ ലാഗൊന്നുമില്ല, ഒരു ശകലം ലാഗുണ്ട്. പിന്നെ രണ്ടാമത്തത് എക്സ്ട്രീംലി ഗോർ അല്ലെങ്കിൽ കൂടിയും നല്ല രീതിയിലുള്ള വയലൻസ് അല്ലെങ്കിൽ വിഷ്വൽ സീക്വൻസുകൾ, അങ്ങനത്തെ വിഷ്വൽ സീക്വൻസ് പടത്തിലുണ്ട്. ബോത്ത് വയലൻസ് ആൻഡ് അഡൾട്ട് സീക്വൻസ് സിനിമയിലുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കാണണം. പ്രത്യേകിച്ചും കുട്ടികൾ ഒരു 15 വയസ്സിന് താഴെയുള്ള ആരുമായിട്ടും ഈ സിനിമ കാണാൻ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. അത് അഡൾട്ട് സീൻസിൻ്റെ മാത്രമല്ല, ഹൊറർ സീൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള ഹൊറർ സീൻസൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു ഹൊറർ ജോണറിൽ നല്ലൊരു എൻജോയബിൾ വാച്ച് എക്സ്പീരിയൻസ് തരാനായിട്ട് നോസ്ഫെറാട്ടു എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു തിയേറ്ററബിൾ വാച്ചാണ്. ഇന്ത്യയിൽ ഈ സിനിമ റിലീസാകുമ്പോൾ എന്തുമാത്രം സീൻസിൽ അതിൻ്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യും, എന്തുമാത്രം സീൻ കട്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും കാണുക. ലൈറ്റ് ഹൗസ് പോലുള്ള സിനിമകൾ, ക്രിട്ടിക്കൽ അക്ലൈം നേടിയ സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നോസ്ഫെറാട്ടു തീർച്ചയായും ഇഷ്ടപ്പെടും. സാധാരണ യൂഷ്വലി കാണുന്ന സിനിമകളിൽ കാണുന്ന ഒരു ഹൊറർ ട്രീറ്റ്മെൻറ്റിന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു ഫ്രഷ് ഫേസ് കൊടുത്താണ് നോസ്ഫെറാട്ടു അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. മുഫാസ, സോണിക് ഹെഡ്ഗോഗ് തുടങ്ങിയ വമ്പൻ സിനിമകളുടെ വിക്കറ്റ് ഒക്കെ വമ്പൻ സിനിമകളൊക്കെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെയാണ് നോസ്ഫെറാട്ടു ഇപ്പോൾ തിയേറ്ററിൽ വന്നിരിക്കുന്നത്. വലിയ ഹിറ്റാണ്. US-ലെല്ലാം തന്നെയും ഇതിൻ്റെ ഡൊമസ്റ്റിക് കളക്ഷനും മറ്റുമൊക്കെ വലിയ ഹിറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ സിനിമ കാണുക. ഒരു എൻജോയബിൾ തിയേറ്റർ വാച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ മ്യൂസിക്കൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻസിൽ പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.